എവിടെ പഠിപ്പിക്കണം, എവിടെ ചേർക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശങ്കകളും ആദിയും ടെൻഷനും ഒക്കെ എല്ലാവരെയും എന്നപോലെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ അന്വേഷിക്കും, സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ അന്വേഷിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ച് വേറെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തനല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന് അമിതമായ ഒരു പ്രാധാന്യം പലരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ ഒരു സ്വാധീനം തീർച്ചയായും ഞങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൽഫിത്രയെക്കുറിച്ച് അന്വേഷിച്ചു. അൽഫിത്രയെ സംബന്ധിച്ച് പല ആളുകൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അതായത് സൂചിപ്പിച്ചതുപോലെ ഭയങ്കരമായിട്ട് ഖുർആൻ ബേസായിട്ടുള്ള പഠനം മാത്രമേ ഉണ്ടാവൂ. അതിനുശേഷം സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ബാക്കായി പോകും. കാരണം നമുക്കറിയാലോ, ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് പഠിക്കണം, അങ്ങനെ ലാംഗ്വേജ്, മറ്റ് ഒരുപാട് കാര്യങ്ങൾ, മാത്സ് ആയിക്കോട്ടെ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ പിറകോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഒന്നുകൂടി അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം വന്നിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്നൊരു കാര്യം, നമുക്കറിയാം നമ്മളിപ്പോൾ അതായത് ഏറ്റവും നവീനമായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ, വലിയ ഫീസൊക്കെ കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ കോഴിക്കോട്ട് അങ്ങാടി തന്നെ നമുക്ക് ലഭ്യമാണ്. പക്ഷെ അത്തരം സ്കൂളുകളിൽ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന തലത്തിൽ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞാൽ മറ്റു പല നാടുകളിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇപ്പോൾ ഇവിടെ ആശംസാ പ്രാസംഗികരൊക്കെ സൂചിപ്പിച്ചതുപോലെ, അതായത് മകൻ ഉമ്മയെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് കുട്ടികൾ അല്ലെങ്കിൽ മനുഷ്യർ, നമ്മൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ടീച്ചേഴ്സിനറിയാം, മറ്റ് കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം, കുട്ടികളിലുള്ള ദുശ്ശീലങ്ങൾ, അത് സ്വഭാവത്തിലായിക്കോട്ടെ, അവർ അടിമപ്പെട്ട ലഹരിക്കായിക്കോട്ടെ, മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ ലിബറൽ ചിന്തകൾ പിടികൂടിയ ക്യാമ്പസുകൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെ മക്കൾ അതിലെത്തിയതിന് ശേഷം അതിൽ നിന്ന് നമ്മളെ മക്കളെ മോചിപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാധിക്കണമെന്നില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം, ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ ചെറുപ്പത്തിലേ പകർന്നു കൊടുക്കുക എന്നത് മാത്രമാണ് അതിന് ഏറ്റവും നല്ല പോംവഴി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അൽഫിത്ര ഓപ്ഷൻ ചൂസ് ചെയ്തു. തീർച്ചയായും ഇപ്പോൾ ഞാൻ ഖുർആൻ പഠിക്കുന്നത് ഒരു മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഖുർആൻ ഇവിടെ സാറുമാർ സൂചിപ്പിച്ചു വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രാധാന്യമൊക്കെ. അപ്പോൾ ആ നിലയിൽ നമ്മൾ അൽഫിത്ര ചൂസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്കകൾ പൂർണ്ണമായിട്ട് മാറി നിന്നിട്ടൊന്നല്ല അൽഫിത്രയിലേക്ക്, നമ്മൾ ഇസ്ലാഹി സെൻറ്ററിലുള്ള അൽഫിത്രയിലേക്ക് കുട്ടിയെ ചേർക്കുന്നത്. പക്ഷേ 3 വർഷം പിന്നിട്ടുന്ന സമയത്ത് അൽഹംദുലില്ലാ വളരെ വളരെ സന്തോഷവാനായിക്കൊണ്ട് പറയാൻ വേണ്ടി പറ്റും, എന്തൊക്കെയാണോ നമ്മൾ ആശങ്കപ്പെട്ടത് അത് 100% അത് മാറ്റി നിർത്തി നമ്മൾ സന്തോഷവാന് എന്നല്ല, മറിച്ച് വളരെ നല്ല രീതിയിൽ, അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി അതിൻ്റെ മുകളിൽ, അത് ഇപ്പോൾ 10ാം ക്ലാസ്സിലധികം മദ്രസയും അറബി കോളേജിലൊക്കെ പഠിച്ച ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിൽ മഖ്റജോടുകൂടി തജ്വീദോടുകൂടി എൻ്റെ മകൾ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അത് ഒരു രക്ഷിതാവെന്ന നിലയിൽ ഞാൻ വളരെയധികം നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിലുള്ളൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശേഷം നമ്മൾ അൽഫിത്ര 3 വർഷം കഴിഞ്ഞാൽ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്കൂളിലേക്ക് നമ്മളെ കുട്ടിയെ ചേർക്കണം. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ഉണ്ടാകുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരു 2 സ്കൂളിൽ മകളെയും കൊണ്ടുപോയി. അപ്പോൾ എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം മോശമില്ലാത്ത സ്കൂളാണ് കോഴിക്കോടുള്ള. അപ്പോൾ ആ എലിജിബിലിറ്റി ടെസ്റ്റൊക്കെ അൽഫിത്രയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ എത്ര സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യും എന്നുള്ളത് ഞാൻ അനുഭവസ്ഥനാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത്, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, ഇതിലെല്ലാം. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖുർആൻ, ഇപ്പം നമ്മൾ ഓരോരുത്തരും റമദാനിൽ എത്ര ഖത്തം തീർത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ 6 വയസ്സിൻ്റെ ഉള്ളിൽ 1-ലധികം ഖുർആൻ
പാരായണം ചെയ്ത് പൂർത്തീകരിച്ച കുട്ടികൾ നമ്മളെ മക്കളാകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബർക്കത്ത്, നമ്മൾ രക്ഷിതാവെന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അതോടൊപ്പം അതിന് ഇപ്പോൾ സ്വാലിഹായ മക്കൾ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മളെ പ്രാർത്ഥനയിൽ ഉണ്ടാകുമ്പോൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആദ്യ പടി എന്നോണം തീർച്ചയായും നമുക്ക് അൽ ഫിത്ര സ്കൂളിൽ നമ്മളെ മക്കളെ പഠിക്കാൻ വേണ്ടി ചേർക്കാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനാണ് എന്നതാണ് ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വലുതാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാതെ പോകുന്നത് ഒരു അനുചിതമാകും. കാരണം ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ടീച്ചേഴ്സിനെ ഒക്കെ കുട്ടികൾക്ക് പേടി അങ്ങനെയൊക്കെ ആയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അനുസരിക്കുക. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ എൻ്റെ മകളാണെങ്കിൽ ടീച്ചേഴ്സിനോട് ഒരു ഭയങ്കര സ്നേഹം. ഇപ്പോൾ ആരെ മോളാന്നൊക്കെ ഞങ്ങളിങ്ങനെ ആരെ മോളാന്ന് ചെറിയ പ്രായത്തിലേ ചോദിക്കൂ. അപ്പോൾ ചിലപ്പോൾ ഉമ്മാൻ്റെ പറയും, ചിലപ്പോൾ ഉപ്പാൻ്റെ മോളാന്നറിയും, ചില സമയത്ത് ടീച്ചേഴ്സിൻ്റെ പേരാ പറയാം. അപ്പോൾ ആയിഷ മിസ്സി, അഷ്മില മിസ്സി, ഇങ്ങനെ പേരുകൾ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അത്രത്തോളം അവരുമായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കിക്കൊണ്ടാണ്. അല്ലാത്ത രീതിയിൽ പേടിപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റിയ ഒരു പ്രായമല്ലല്ലോ അവരുത്. ഇപ്പം ഞാൻ പല ഇടക്കൊക്കെ കൂടുതൽ വൈഫാണ് ഇവളുടെ കാര്യം നോക്കാറ്. പക്ഷെ ചില സമയങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കൂല. പറഞ്ഞത് കേൾക്കൂല, ദേഷ്യം പിടിക്കൂ. അപ്പോൾ ഇവരെങ്ങനെ ഇത്ര നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് വിടുന്നു എന്നുള്ളത്, അതും ഇപ്പം നമ്മളൊക്കെ അടിക്കാനൊക്കെ ചിലപ്പോൾ നോക്കും ഞാനൊക്കെ. പക്ഷെ ഒരു വടി പോലും ഇല്ലാതെ ഇങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്തിട്ട് കൂടെ നിർത്തി ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അധ്യാപകരുടെ ഒരു മികവിനെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട്, അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം വലിയ രീതിയിൽ വളരുമാറാകട്ടെ. അള്ളാഹു അതിന് പറ്റുന്ന രീതിയിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.